വയനാട്ടുകാരുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ അങ്ങേയറ്റത്തെ സമാനതകളില്ലാത്ത ദുരന്തം നേരിടുന്നവരുടെ മുറിവിൽ ഉപ്പ് തേക്കുന്നതായി പോയി കെ വി തോമസിന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് കൊടുത്ത കത്ത് എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ആ കത്തിൽ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി തള്ളുകയാണ് സ്കേൻ. അതിൽ പറയുന്നത് എന്താണ്, ഫർദർ അണ്ടർ ദ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് ഓഫ് SDRF NDRF there is no provision to declare any calamity as national disaster എന്ന് പറയുകയാണ്. അത് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിൽ നമ്മുടെ കേസി പറഞ്ഞൊരു കാര്യമുണ്ട്. അഥവാ ഏതെങ്കിലും ചില പ്രൊവിഷനുകളിൽ ഒരു ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കാൻ തടസ്സം നിൽക്കുന്നുവെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ആ ഓപ്ഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അപ്പോൾ അതേ മാനദണ്ഡം ഉപയോഗിച്ച് കേരളത്തെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായും ചട്ടങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യന്റെ പരമമായ ദയനീയതയിൽ, പരമമായ ദുരിതത്തിൽ ചട്ടം പറഞ്ഞ് ഈ ചട്ടപ്രകാരം പൈസ തരാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു ഫെഡറൽ തത്വത്തോടെ ലംഘനമെന്ന് മാത്രമല്ല, ഈ ദുരന്തത്തിൽ ബാധിച്ച് അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരുടെ യുദ്ധപ്രഖ്യാപനമാണ്, അംഗീകരിക്കാൻ കഴിയില്ല. ആന്ധ്രാപ്രദേശിന് അങ്ങോട്ട് ചോദിക്കാതെ പണം കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന പല ഒഡീഷയ്ക്ക് അങ്ങോട്ട് ചോദിക്കാതെ പണം കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിന് മാത്രം എന്തുകൊണ്ട് പൈസ തരുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. അത് മാത്രമല്ല, ഇവിടെ നേരത്തെ എസ്കേൻ പറഞ്ഞു, ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു. അദ്ദേഹം ദീർഘസമയമെടുത്ത ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ അദ്ദേഹം ദീർഘസമയമെടുത്ത് അവിടെ പോയി കണ്ടു. അവിടെ ADGP MR അജിത് അടക്കം കൂടെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹം കണ്ടു. പൊളിഞ്ഞ് നാനാവിധമായി നാറാണക്കൽ എടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു മേഖല ഒന്നാകെ മുടിഞ്ഞു പോയി കിടക്കുന്ന ആ മേഖല ഒന്നാകെ പ്രധാനമന്ത്രി സ്വന്തം കണ്ണുകൊണ്ട് നേരിൽ കണ്ടു. അതിനുശേഷം ക്യാമ്പിലേക്ക് പോയി ദുരന്തബാധിതരെ കണ്ടു, അവരെ ചേർത്ത് നിർത്തി. എസ്കേ നമുക്ക് ഓർമ്മയുണ്ട്, നൈസ എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുന്നതും പ്രധാനമന്ത്രി കുശലം പറയുന്നതും ഒക്കെ ആ ദൃശ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലെ വളരെ ആർദ്രമാക്കിയതാണ്. അവിടെ വയനാട്ടിൽ രാഷ്ട്രീയമായി BJPക്ക് വിരുദ്ധമായി നിൽക്കുന്നവർ, നരേന്ദ്രമോദിക്ക് വിരുദ്ധമായി നിൽക്കുന്നവരുടെ പോലും അവരുടെ ആ ദിവസത്തെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ആവട്ടെ, വാട്സാപ്പ് സ്റ്റാറ്റസ് ആവട്ടെ, പ്രധാനമന്ത്രി ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയായിരുന്നു. അത് ഫോട്ടോ ഓപ്ഷൻ മാത്രമാവില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്. ഇതിന് കാരണം എന്താണ്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം, അതിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷികൾ, എല്ലാം നഷ്ടപ്പെട്ടവർ, ഒരു വീട്ടിൽ ഒറ്റയ്ക്കായി ബാക്കി കുടുംബാംഗങ്ങൾ ഒന്നാകെ മരിച്ചുപോയവരൊക്കെ നേരിൽ കണ്ട പ്രധാനമന്ത്രി ഉറപ്പായും ഈ പറയുന്ന ചട്ടം പറയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ഉറപ്പുകൾക്കൊക്കെ വലിയ ലംഘനമുണ്ടാകുന്നു. എസ്കേൻ, വലിയ സങ്കടമാണ്, വലിയ വേദനയാണ്. പ്രധാനമന്ത്രി നേരിൽ വന്ന് കണ്ട ഒരു ദുരന്തം, ഇവിടെ വന്ന് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട ഒരു ദുരന്തത്തിൽ ഏതെങ്കിലും ചട്ടപ്രകാരം NDRF SDRF എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം ക്രൂരമാണെന്ന് പറയേണ്ടി വരും. എസ്കേൻ, കാര്യം ഈ പറയുന്ന SDRF ഫണ്ട് എന്നൊക്കെ പറയുന്നത് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം കൊടുക്കുന്നതാണ്, അത് കൊടുക്കേണ്ടതാണ്. എസ്കേൻ, നമ്മൾ വീണ്ടും പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന, കേന്ദ്രം കൊടുക്കുന്ന ഒരു ഔദാര്യ തുകയല്ലത്, അത് സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. അങ്ങനെ കൊടുക്കുന്ന തുക എന്ന് പറഞ്ഞ എസ്കേൻ, ഇത് കടുത്ത മാനദണ്ഡമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണമായി പൊളിഞ്ഞു കിടക്കുന്ന വീടിന് ഈ പറഞ്ഞ SDRF ഫണ്ടിൽ നിന്നെടുത്ത് ചെലവാക്കാൻ കഴിയുന്ന തുക 1,32,000 സ്കേൻ. ഇവിടെ എന്താണ്, അങ്ങേയറ്റം പൊളിഞ്ഞു കിടക്കുന്ന 1 കിലോമീറ്റർ റോഡിന് ചെലവാക്കാൻ കഴിയുന്ന തുകയുടെ മാനദണ്ഡം 75,000 രൂപയാണ്. ആ മേഖലക്ക് റോഡില്ല. എസ്കേൻ, ഇപ്പോൾ റോഡ് മെയിൻ്റനൻസിന് റോഡ് വേണമല്ലോ, റോഡില്ല, റോഡിരുന്ന തറയില്ല, തറയിരുന്ന ഭൂമിയില്ല, എല്ലാം അസ്തമിച്ചെടുത്ത് ഒരു വീടിന് എന്ന് പറഞ്ഞാൽ ആ വീടുകൾ നശിച്ച് എല്ലാം, ആ വീടേ ഇല്ലാതായി. ആ വീടില്ലാതായപ്പോൾ എന്തായാലും SDRFിന് മാനദണ്ഡ പ്രകാരമുള്ള 1,32,000 രൂപയ്ക്ക് ആ വീടിൻ്റെ തറ പോലും കെട്ടാൻ തികയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഈ SDRF ഫണ്ട് തുക അവിടെ കിടക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അത് ചെലവാക്കാൻ കഴിയാതെ അവിടെ കെട്ടിക്കിടന്ന് പൂത്തു കിടക്കുന്ന പണമല്ല സ്കേൻ. ഈ പറഞ്ഞ മാനദണ്ഡ പ്രകാരം അത്രയ്ക്കേ ആ ഫണ്ടിൽ നിന്ന് ചെലവാക്കാൻ കഴിയുകയുള്ളൂ. ഒന്നുകിൽ ഇത് ഏതോ കാലത്തുണ്ടാക്കിയ മാനദണ്ഡമാണ് സ്കേൻ. ഈ മാനദണ്ഡങ്ങൾ തിരുത്തിയതിൻ്റെ കാലം അങ്ങേയറ്റം അതിക്രമിച്ചു. അതിൽ KC വേണുഗോപാൽ അടക്കം പാർട്ടിക്കാർക്ക് അത് സജീവ രാഷ്ട്രീയ ചർച്ചയാക്കി ഉയർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അങ്ങേയറ്റമുണ്ട്, ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട്. ഈ പറയുന്ന മാനദണ്ഡ പ്രകാരം ഒന്നിനും തികയാത്ത തുകയാണ് ഈ മാനദണ്ഡം. അത് അടിയന്തരം മാറ്റിയതാണ്. പക്ഷേ അതിപ്പോൾ അടിയന്തരമായി നടക്കുന്ന കാര്യമല്ല. അത് രാഷ്ട്രീയ ചർച്ചകൾ, പാർലമെന്റിലെ ചർച്ചകൾക്ക് ഒടുവിലേ കഴിയുകയുള്ളൂ. അതൊരു വഴിക്ക് മസ്റ്റായിട്ട് നടക്കണം. പക്ഷേ അതും പ്രകാരം ഈ പറഞ്ഞ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ നമ്മൾ ഈ മാനദണ്ഡ പ്രകാരം ഇത്ര തുക അനുവദിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ L3 ആക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ദേശീയ ദുരന്തം പ്രഖ്യാപിക്കാൻ കഴിയില്ല. എസ്കേൻ, ഇതിലെ പ്രധാന പ്രശ്നം, ഇതിലെ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളും വകുപ്പുകളും പ്രകാരം കേന്ദ്രം വിചാരിച്ചാൽ ഇവരുടെ ബാങ്കിൽ നിന്നെടുത്ത് ലോൺ അടക്കം എഴുതി തള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതടക്കം സംസ്ഥാനം ആവശ്യപ്പെട്ടതാണ്. സംസ്ഥാനം ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളോടും അനുകൂലമായി കേന്ദ്രം പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ വർഷവും കൊടുക്കുന്ന ഈ പറയുന്ന നമുക്ക് ഈ SK നമുക്കറിയാം, നമുക്ക് നേരത്തെയുള്ള കാലത്ത് കേരളത്തിൽ ഈ പറയുന്ന ദുരന്തങ്ങൾ ഏതെങ്കിലും കാലത്ത് വല്ലപ്പോഴും വരുന്ന ഒന്നാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. അതുണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെയും എല്ലാ വർഷവും ഏതെങ്കിലും ഓക്കിയെന്നോ അല്ലെങ്കിൽ മിന്നൽ പ്രളയമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കോവിഡെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന ദുരന്തങ്ങൾ ഇപ്പോൾ തുടർക്കഥയാവുന്നുണ്ട്. അങ്ങനെ ദുരന്തങ്ങൾ തുടർക്കഥയായ ഒരു സംസ്ഥാനത്ത് ഈ പറഞ്ഞ എല്ലാ ദുരന്തങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും നമുക്കെടുത്ത്
ഉപയോഗിക്കാനുള്ള തുകയാണ്. അത് കേന്ദ്രത്തിൻ്റെ മാത്രം തുകയുമല്ല, അത് സംസ്ഥാനത്തിൻ്റെ കൂടി പങ്കുചേർന്ന തുകയാണ് ഈ പറയുന്ന SDRF എന്ന് പറയുന്നത്. ഇത് അതെടുത്ത് ആവശ്യം ചിലവായി. SK നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ തമാശ പറയുന്നുണ്ട്. SK ഇപ്പോൾ ആരെങ്കിലും ചിലവ് ചോദിച്ചാൽ നമ്മൾ പോക്കറ്റിൽ നിന്ന് 50 രൂപ എടുത്തു കൊടുത്ത് ഇതുകൊണ്ട് പോയി അടിച്ചു പൊളിക്കുക, ഇതുകൊണ്ട് പോയി ഹോട്ടലിൽ പോയി ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് വേറെ എല്ലാം അടിച്ചു പൊളിച്ചോ, 50 രൂപ എടുത്ത് കൊടുത്തിട്ട് എന്ന് പറഞ്ഞ തമാശ കണക്കാണിത്. ഈ പറയുന്ന 296 കോടി അല്ലെങ്കിൽ 388 കോടി എന്ന് പറയുന്ന തുക വയനാട്ടിലെ 1500 കോടിയുടെ ദുരന്തത്തിന് അത് എവിടെയും എത്തില്ല. അത് മൊത്തം ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ SDRF മാനദണ്ഡ പ്രകാരം ഈ 388 കോടി കേന്ദ്രം പറയുന്ന എനിക്ക് വ്യക്തിപരമായി 388 കോടിയാണോ എന്ന് എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ആ കണക്കിനെ ആ തരത്തിൽ തന്നെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ അത് പരിശോധിക്കാതെ തന്നെ പറയാതിരിക്കുന്നു ഒന്നേ ഉള്ളൂ. അതങ്ങനെ ചെലവാക്കാൻ എന്തെങ്കിലും കഴിയില്ല. മാത്രമല്ല വയനാട് കേരളമല്ല രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഉരുൾപൊട്ടൽ ദുരന്തം. രാജ്യത്തെ ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചൊരു ദുരന്തമാണ്. 2 മേഖലകൾ ഒന്നാകെ പൂർണ്ണമായി തന്നെ ഒഴുകിപ്പോയ കുറേ നൂറുകണക്കിന് മനുഷ്യർ അന്തം വിട്ടു നിന്ന സംസ്ഥാനം 2 രാത്രി കരഞ്ഞു നിന്ന സമാനതകളില്ലാത്ത രാജ്യത്തെ പ്രധാനമന്ത്രി നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ദുരന്തമാണ്. ആ ദുരന്തത്തിൽ കേരളത്തോട് ഈ സമീപനം കേന്ദ്രം കാണിച്ചുകൂടാ. കേരളം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭാഗമാണ്. കേരളം ആ തുക കേരളത്തിന്റെ അവകാശമാണ്. അത് കേന്ദ്രം തന്നേ മതിയാകൂ. ഓക്കെ, കേരളത്തിലെ എംപിമാരും കേരളത്തിന് ഉള്ള 2 മന്ത്രിമാരും ഒക്കെ തന്നെ സംഘടിതമായി സംസ്ഥാന സർക്കാർക്കൊപ്പം നിന്ന് നമുക്ക് കിട്ടേണ്ട അർഹമായ തുക പിടിച്ചു വാങ്ങണം. ഇതിൽ BJP ഒക്കെ എടുക്കുന്ന നിലപാട് എന്താണെന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന വാഗ്ദാനങ്ങളല്ല, ഒരു ദുരന്തം പെയ്തിറങ്ങി ഒരു നാടിൻ്റെ മോചനത്തിന് എന്ത് തരുന്നു എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്.